ഓക്കെ, അപ്പം നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടൈപ്പ് പ്രോബ്ലമാണ്. ടാൻ ഇൻവേഴ്സ് √3 അതിനുള്ളിൽ നിന്ന് സീക്ക് ഇൻവേഴ്സിൻ്റെ വാല്യൂ ഇത് കുറയ്ക്കണം. അപ്പോൾ ഈ രണ്ട് വാല്യൂ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ടാൻ ഇൻവേഴ്സ് √3 സീക്ക് ഇൻവേഴ്സ് -2. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ടാൻ ഇൻവേഴ്സ് √3യുടെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ സീക്ക് ഇൻവേഴ്സ് -2ൻ്റെ ആൻസറും കണ്ടുപിടിച്ചു. ഇനി ഇവിടെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടാൻ ഇൻവേഴ്സ് √3 ബുദ്ധിമുട്ടൊന്നുമില്ല, നേരെ നോക്കി നമുക്ക് ആൻസർ എഴുതാം. ടാനിന് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് √3 കിട്ടുന്നത്. ഓക്കെ, അതിന് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇതേപോലെ ബേസ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവണം. എന്നാൽ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ടാനിൻ്റെ ഉള്ളിൽ 60 എന്ന് പറഞ്ഞ ആംഗിൾ കൊടുക്കുമ്പോഴാണ് √3 കിട്ടുന്നത്. അപ്പോൾ 60 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടി. ഇനി പക്ഷേ അടുത്തത് നോക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് √3 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/3. അപ്പം 60 എന്ന് എഴുതാൻ പാടില്ല, π/3 എന്ന് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അതുവരെ നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സീക്ക് ഇൻവേഴ്സ് -2. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഒന്ന്, സീക്കിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? -2 ആണ്, +2 അല്ല. മൈനസ് വന്നാൽ എന്ത് ചെയ്യും? പിന്നെ അതേപോലെ നമുക്ക് സീക്ക് ഒന്നും അറിയത്തില്ല. സീക്കിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കോസിനെ പറ്റിയേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ സീക്കിനെ എങ്ങനെ കോസിലേക്ക് മാറ്റും? ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സീക്കിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കും? സീക്ക് സഹായത്തിന് വേണ്ടി പൈനെ വിളിക്കും. π - സീക്ക് +2 ആയി മാറും. അപ്പം സീക്കിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ സഹായത്തിനായിട്ട് പൈനെ വിളിക്കും. എന്നിട്ട് ആ -2 എന്തായി മാറും? +2 ആയി മാറും. അപ്പോൾ π - സീക്ക് ഇൻവേഴ്സ് 2. ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ബേസ്. ഞാനിവിടെ കാണിച്ചു തരാം. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇതാണ് ആ ബേസ്. അപ്പോൾ നിങ്ങളിവിടെ രണ്ട് ടീം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഏതൊക്കെയാണ് ടീം? ഒന്ന് സൈന്, കൊസീക്ക്, ടാന്. ഇവർ മൂന്നും ഒരേപോലെ ആയിരിക്കും പെരുമാറുക. ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവിനെ ഇങ്ങനെ പുറത്തോട്ട് എഴുതണം. ഇപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് -x വരുന്നെങ്കിൽ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് x എന്നായിരിക്കും. ടാനാണെങ്കിലും അതുപോലെ തന്നെ. ഫ്രണ്ടിൽ ആ ഉള്ളിലുള്ള നെഗറ്റീവ് പുറത്തേക്ക് വരുമെന്ന് മാത്രമേ ഇവിടെയുള്ളൂ. ഈ മൂന്ന് പേരും ഒരേപോലെ പ്രവർത്തിക്കും. ഇനി അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള മൂന്ന് പേരും. കോസ്, സീക്ക്, കോട്ട്. ഇവരുടെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സഹായത്തിന് വേണ്ടിയിട്ട് പൈനെ വിളിക്കും. π - കോസ് ഇൻവേഴ്സ് +x, പോസിറ്റീവ് x ആയി മാറും. ഓക്കെ, അപ്പോൾ ഈ ബേസ് അറിഞ്ഞിരിക്കണം. ഇതൊന്നാമത്തെ കാര്യം. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ബേസ് സീക്ക് നോക്കുക. സീക്ക് ഇൻവേഴ്സ് x ആണെങ്കിൽ സീക്കിൻ്റെ റെസിപ്രോക്കൽ എന്താ? കോസ്. അപ്പോൾ ഈ എക്സിന് റെസിപ്രോക്കൽ ചെയ്യണം, 1/x ചെയ്യണം. അപ്പം ഇവിടെ 2 വന്നാൽ നമ്മളിവിടെ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതണം. അപ്പോൾ മനസ്സിലായോ? നമ്മുടെ ക്വസ്റ്റനിൽ സീക്ക് ഇൻവേഴ്സ് മൈനസ് വന്നു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. പിന്നെ സീക്ക് ഇൻവേഴ്സ് 2 എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് വേണം എഴുതാൻ. അപ്പോൾ ഈ രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. സീക്ക് ഇൻവേഴ്സ് മൈനസ് വന്നു. നമ്മൾ സഹായത്തിന് പൈനെ വിളിച്ചു. π - സീക്ക് ഇൻവേഴ്സ് 2. ഓക്കെ, ഇനിയിപ്പോൾ സീക്കിനെ നമുക്ക് ഏതിലേക്ക് മാറ്റണം? നമുക്കറിയാവുന്ന കോസിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? സീക്കിൻ്റെ റെസിപ്രോക്കൽ എടുത്ത സ്ഥിതിക്ക് 2ൻ്റെ റെസിപ്രോക്കൽ 2 എന്തായി മാറി? 1/2. ഓക്കെ, ഇനി കോസ് ഇൻവേഴ്സ് 1/2. ഇനി നമ്മൾ ആദ്യത്തെ ടേബിളിൽ പോയി നോക്കണം. കോസിൻ്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1/2 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്? കോസിൻ്റെ ടേബിൾ എടുത്ത് നോക്കണം. ഓക്കെ, കോസിൻ്റെ ടേബിൾ നോക്കി 1/2 എന്ന് പറഞ്ഞ വാല്യൂ 60 ഡിഗ്രി വരുമ്പോഴാണ്. അപ്പോൾ 60 ഡിഗ്രിയാണ് അതിൻ്റെ ആൻസർ. π/3. ഓക്കെ അല്ലേ? അപ്പം ഇതിന് പകരം നമ്മൾ വാല്യൂ കൊടുത്തു π/3. അപ്പോൾ π - π/3 എന്ത് വരും? 3π - π/3. നമുക്ക് ആൻസർ 2π/3 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ആൻസർ കിട്ടി. ആദ്യത്തെ ആൻസർ π/3 കിട്ടി, രണ്ടാമത്തെ ആൻസർ 2π/3 കിട്ടി. ഇനി അത് തമ്മിൽ എന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്? അത് തമ്മിൽ മൈനസ് ചെയ്യണം. ഇതുണ്ടോ, ഇവിടെ ഒരു മൈനസാണ് ചെയ്യേണ്ടത്, ആ രണ്ട് ആൻസറുകൾ തമ്മിൽ. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു π/3 - 2π/3. അപ്പോൾ ബേസ് സെയിം ആണ്. അപ്പോൾ ആൻസറിലും അതേ ബേസ് തന്നെ 3 തന്നെ വരും. പിന്നെ പൈയിൽ നിന്ന് 2π കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 1ൽ നിന്ന് 2 കുറച്ചാൽ എന്താ വരിക? -1 - π/3 നമ്മുടെ ആൻസർ. ഇനി ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇത്തരം ക്വസ്റ്റ്യനുകളാണ് സാധാരണ നിങ്ങൾക്ക് ചോദിക്കാറുള്ളത് കേട്ടോ. നിങ്ങൾ പ്രീവിയസ് ഇയറിൻ്റെ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് അവർ ചോദിക്കുക. ഇത് സൈൻ ഇൻവേഴ്സ് 1/2, കോസ് ഇൻവേഴ്സ് 1/2. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഇവിടെ അധികം ബേസ് ഒന്നും ആവശ്യമില്ല. സൈൻ ഇൻവേഴ്സ് 1/2 ജസ്റ്റ് ഈ ടേബിളിൽ നോക്കി എഴുതാവുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഈ ടേബിൾ ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓക്കെ,
സൈൻ ഇൻവേഴ്സ് 1/2. 1/2 എന്ന് പറഞ്ഞ വാല്യൂ സൈനിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 30 ഡിഗ്രി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അതുപോലെ കോസ് ഇൻവേഴ്സ് 1/2. അപ്പോൾ 1/2 വരുമ്പോൾ കോസിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 60 ഡിഗ്രി. അതിന് 5/3. അത് തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് പ്ലസ് ചെയ്താൽ മതി. അതിൻ്റെ ആൻസറായി, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ടാൻ ഇൻവേഴ്സ് 1. അപ്പോൾ ടാനിൻ്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1. ഇവിടെ നോക്കിയാൽ മതി, ടാനിൻ്റെ ഉള്ളിൽ 45 എന്ന് പറഞ്ഞ ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1. അപ്പോൾ 45 π/4 ആണ് ആൻസർ. റെഡിയല്ലേ? ഇനി -1/2. ഇവിടെ രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. കോസിൽ മൈനസ് വന്നു. കോസിൽ മൈനസ് വന്നാൽ കോസ് സഹായത്തിനായിട്ട് ആരെ വിളിക്കും? കോസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടീമാണ്. ഇവരിൽ ഉള്ളിൽ മൈനസ് വന്നാൽ ഇവർ സഹായത്തിനായിട്ട് പൈനെ വിളിക്കും. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എന്ന് വേണം എഴുതാൻ. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ രണ്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അധികം വലിയ കാര്യമായ കാര്യങ്ങളൊന്നുമില്ല. റെസിപ്രോക്കലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ നിങ്ങൾ റെസിപ്രോക്കൽ പഠിച്ചിരിക്കണം, ശ്രദ്ധിച്ച് വയ്ക്കുക. ഈ റെസിപ്രോക്കലായിരിക്കും നിങ്ങൾ മിക്കവാറും മറന്നു പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സീക്കിനെ റെസിപ്രോക്കലിറ്റി ചെയ്താൽ കോസ് ആവും. അതേപോലെ എക്സ് എന്തായി മാറും? 1/x ആയി മാറും. ഓക്കെ.